ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രശസ്ത സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വരുന്ന LDC മെയിൻസ്, LGS മെയിൻസ്, അതുപോലെ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനാണ് പ്രശസ്ത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓൾമോസ്റ്റ് GK പോയിന്റ്സും കറണ്ട് അഫയേഴ്സ് പോയിന്റ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്ന്. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സീരീസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് വരെയാണ് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, നിങ്ങൾ അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വള്ളത്തോൾ നാരായണൻ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഈ കേരള കലാമണ്ഡലം സ്ഥാപിക്കാൻ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോന് ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് മണക്കുളം മുകുന്ദരാജ. അപ്പൊ മണക്കുളം മുകുന്ദരാജ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർമ്മിക്കണം? കേരള കലാമണ്ഡലത്തിനെ ഓർമ്മിക്കണം. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു കേരള കലാമണ്ഡലം. ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത വർഷം 1927 കലാമണ്ഡലം ഔദ്യോഗികമായിട്ട് കുന്തംകുളത്താണ് ഉദ്ഘാടനം ചെയ്തത്. 1930 നവംബർ 9 അപ്പൊ കേരള കലാമണ്ഡലം നിലവിൽ വന്നത് ഏതെന്ന് ചോദിച്ചാൽ എന്നാണ്, 1930 എന്ന് പറയണം. പക്ഷെ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അത് 1927 ഇനി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2007 ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഏത് പദവി? കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിലെ കേരള കലാമണ്ഡലത്തിന് AUGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2019 ലഭിച്ചത്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി പോരാഞ്ഞിട്ട് നമ്മുടെ കേരള കലാമണ്ഡലത്തിലെ ഏറ്റവും A കാറ്റഗറൈസ് എന്ന് പറയുന്നത് UGC കൊടുക്കുന്ന ഓരോ പോയിന്റ്സുകളാണ്. ഏറ്റവും നല്ലതിനാണ് നമ്മൾ സാധാരണ A കാറ്റഗറി കൊടുക്കാറുള്ളത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ A കാറ്റഗറി ലഭിച്ച കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി കേരള കലാമണ്ഡലത്തിനെ. അപ്പൊ കേരള കലാമണ്ഡലത്തിലെ UGCയുടെ ഏത് കാറ്റഗറിയാണ് ലഭിച്ചത്? A കാറ്റഗറി പദവിയാണ് ലഭിച്ചത് 2019. കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഏത് വർഷമാണ് സന്ദർശിച്ചത്? 1955 ജവഹർലാൽ നെഹ്റു കേരള കലാമണ്ഡലം സന്ദർശിച്ചത്. കേരള കലാമണ്ഡലത്തിലെ നിലവിലെ വൈസ് ചാൻസലർ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കേരള കലാമണ്ഡലത്തിലെ നിലവിലെ വൈസ് ചാൻസലർ TK നാരായണനാണ്. ആരാണ്? TK നാരായണനാണ്, മറക്കരുത്. TK നാരായണനാണ് ആര്? കേരള കലാമണ്ഡലത്തിലെ നിലവിലെ വൈസ് ചാൻസലർ. ഇനി TK നാരായണൻ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കറണ്ട് അഫയേഴ്സും കൂടി ഉണ്ട്. അതും ഒരു നാരായണനാണ്. നാരായണൻ നായർക്കാണ് ഈ കൊല്ലത്തെ കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് കിട്ടിയത്. ഈ കൊല്ലത്തെ അല്ല, 2020 ഒക്ടോബറിൽ കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് കൊടുത്തത് നാരായണൻ നായർക്കാണ്. ഇദ്ദേഹം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. ആൻസർ എന്താണ്? മദ്ദളവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മദ്ദളം കലാകാരനായ നാരായണൻ നായർക്കാണ് ഒക്ടോബറിൽ 2020 കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് കൊടുത്തത്. കേരള കലാമണ്ഡലത്തിലെ നിലവിലെ വൈസ് ചാൻസലർ മറക്കരുത്, TK നാരായണനാണ്. നാരായണൻ നായരാണ് മദ്ദളത്തിന് എന്ത് കിട്ടിയത്? കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് കഴിഞ്ഞ വർഷം നേടിയത്. നെക്സ്റ്റ് പ്രശസ്ത സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ തന്നെ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ്. സാഹിത്യ അക്കാദമി നമുക്കറിയാം, കേരള സാഹിത്യ അക്കാദമി, തമിഴ് സാഹിത്യ അക്കാദമി, അങ്ങനെ ഒത്തിരി സാഹിത്യ അക്കാദമികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി. നിലവിൽ വന്നത് ഏത് വർഷം? 1956 ഓഗസ്റ്റ്
15 നിലവിൽ വന്നത്. ഉദ്ഘാടനം ചെയ്തത് പക്ഷേ 1956 ഒക്ടോബർ 15 നമ്മുടെ കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരാണ്. ഈ തൃശ്ശൂരിൽ 1956 ഒക്ടോബർ 15 ഇതിനെ ഉദ്ഘാടനം ചെയ്തത്. ഏതിനെ? കേരള സാഹിത്യ അക്കാദമിയെ ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആരാണ്? നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമി 1956 ഒക്ടോബർ 15 ഇനാഗുറേറ്റ് ചെയ്തത്. ഇനി നമ്മുടെ കേരള സാഹിത്യ അക്കാദമിക്ക് കുറച്ച് പ്രസിദ്ധീകരണങ്ങളുണ്ട്. മറക്കരുത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSC ഇപ്പോൾ സ്ഥിരം ചോദിച്ച് കാണാറുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രശസ്ത സ്ഥാപനം തന്നിട്ട് അതിന്റെ പ്രസിദ്ധീകരണം ഏതെന്നും ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി ആകുമ്പോൾ എന്തായാലും അതിന്റെ കൂട്ടത്തിൽ കൂടെ എന്തും കൂടെ വേണം, ഒരു സാഹിത്യം കൂടി കയറി വരും. അപ്പോൾ സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ എന്നിവ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ എന്നിവ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ്. ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ എന്നിവ. നെക്സ്റ്റ് കേരള സംഗീത നാടക അക്കാദമിയാണ് പറയാൻ പോകുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് കേളി. ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം കേളിയാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? മങ്കുത്തമ്പുരാനാണ്. മങ്കുത്തമ്പുരാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതും PSC ആവർത്തിക്കുന്നതും. ഏതാണ്? സംഗീത നാടകമൊക്കെ ആകുമ്പോൾ ഒരു കേളി കൊട്ടൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ പ്രസിദ്ധീകരണത്തിന്റെ പേര് കേളി എന്നാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ മങ്കുത്തമ്പുരാനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? മങ്കുത്തമ്പുരാനാണ്. പക്ഷെ നിലവിലെ ചെയർമാൻ ആരാണ്? നമ്മുടെ KPSC ലളിതയാണ്. KPSCയിൽ പ്രസിദ്ധയായ KPSC ലളിതയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് PK നമ്പ്യാരാണ്. PK നമ്പ്യാരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറി. ആരാണ്? PK നമ്പ്യാർ. എന്ന ആദ്യത്തെ ചെയർമാൻ മങ്കുത്തമ്പുരാൻ. നിലവിലെ ചെയർമാൻ KPSC ലളിത. കേളിയാണ് പ്രധാന പ്രസിദ്ധീകരണം. നെക്സ്റ്റ് കേരള ലളിതകലാ അക്കാദമിയാണ്. ഇത് സ്ഥാപിതമായത് 1962 ഓക്കെ. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ്? 1962 ചമ്പുക്കാവ് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചമ്പുക്കാവിലാണ് ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ M രാമവർമ്മ രാജയാണ്. മറക്കരുത്, M രാമവർമ്മ രാജയാണ് ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ നേമം പുഷ്പരാജാണ്. അപ്പൊ ഈ ലളിതകലാ അക്കാദമിയുടെയും അതുപോലെ സംഗീത നാടക അക്കാദമിയും തമ്മിൽ തിരിഞ്ഞു പോവാറുണ്ട്. അപ്പൊ മറക്കരുത്, സംഗീത നാടക അക്കാദമിയുടേത് കേരള ആരാണ്? KPSC ലളിതയാണ്. പക്ഷേ കേരള ലളിതകലാ അക്കാദമിയുടേത് ലളിത എന്നുള്ളത് കൊണ്ട് ഒരിക്കലും KPSC ലളിത അല്ല, പകരം നേമം പുഷ്പരാജാണ്. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ ഒരു സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല എന്നത്. സഞ്ചരിക്കുന്ന ചിത്രശാല എന്നത് ഏത് സ്ഥാപനത്തിന്റെ സംരംഭമാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ സംരംഭമാണ്. നെക്സ്റ്റ് കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡാണ് രാജാ രവിവർമ്മ പുരസ്കാരം. ആദ്യമായിട്ട് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് KG സുബ്രഹ്മണ്യനാണ്. KG സുബ്രഹ്മണ്യനാണ് ലഭിച്ചത്. 2019 നമ്മുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് BD ദത്തനാണ്. ഓക്കെ. അപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നേടിയത് KG സുബ്രഹ്മണ്യനാണ്. 2019 നമ്മുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് BD ദത്തനാണ്. ഇനി നമ്മുടെ കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡ് അല്ലെങ്കിൽ അവാർഡല്ല പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത എന്നത്. ചിത്രവാർത്ത മറക്കരുത്. അപ്പൊ കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? ചിത്രവാർത്തയാണ്. അവിടുത്തെ ഒരു സംരംഭം ഏതാണ്? സഞ്ചരിക്കുന്ന ചിത്രശാലയാണ്. ഇനി
നമുക്ക് കേരള ലളിതകലാ അക്കാദമി പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ പ്രവർത്തിക്കുന്ന ഒരു അക്കാദമിയാണ് ലളിതകലാ അക്കാദമി. ഇത് നാഷണൽ ആണ്, ദേശീയ ലളിതകലാ അക്കാദമിയാണ്. ഇതിന്റെ ആസ്ഥാനം കൂടി പഠിച്ചിരിക്കണം, ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അപ്പോൾ നാഷണൽ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പക്ഷേ നമ്മുടെ ലളിതകലാ അക്കാദമി അഥവാ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ചെമ്പുകാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് കേരള ഫോക്ലോർ അക്കാദമിയാണ്. 1995 ജൂൺ 28 കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്. 1995 കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി ആരംഭിച്ച സംഘടനയാണ് കേരള ഫോക്ലോർ അക്കാദമി. ഇതിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നാടൻ കലാരൂപങ്ങൾ ആടുന്നത് കണ്ണൂരാണ് അല്ലേ. ആ കണ്ണൂർ ജില്ലയിലാണ്, ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ചിറക്കൽ, കണ്ണൂരാണ്. നമുക്ക് ഫോക്ലോർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഗദ്ദികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗദ്ദികയെ പറ്റി പറഞ്ഞതാണ്. വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാർ പാടുന്ന ആ ഒരു കലാരൂപമാണ് ഇത് ഗദ്ദിക. ഇതിനെ കൊണ്ടുവന്നത് അതിനൊരു സ്റ്റേജിൽ അവതരിപ്പിച്ചത് PK കാളനാണ്. അപ്പൊ ഈ PK കാളൻ അത്രയ്ക്കും പ്രശസ്തനാണ് ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ട്. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് PK കാളൻ പുരസ്കാരം എന്നാണ്. PK കാളൻ പുരസ്കാരം ഇത് നൽകുന്നത് ആരാണ്? കേരള ഫോക്ലോർ അക്കാദമിയാണ്. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? G ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ആരാണ്? G ഭാർഗവൻ പിള്ള. 1995 ജൂണിൽ ഇത് നിലവിൽ വരുന്ന സമയത്തെ ആദ്യത്തെ ചെയർമാൻ ഫോക്ലോർ അക്കാദമിയുടേത് G ഭാർഗവൻ പിള്ളയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചെയർമാൻ നമ്മുടെ CJ കുട്ടപ്പനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. ഇനി വളരെ പ്രസിദ്ധമായിട്ടുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് പൊലിയാണ്. 2019 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? പൊലി എന്നാണ്. പൊലി. കേരള സംഗീത നാടക അക്കാദമിയുടേത് കേളിയാണ്. രണ്ടും കൂടി തിരിഞ്ഞു പോവരുത്. ഓക്കെ. അപ്പോൾ പൊലി ഏതാണ്? കേരള ഫോക്ലോർ അക്കാദമി. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂവേ പൊലി എന്ന് പറയുമ്പോൾ അത് നാടൻ പാട്ടാണ്. അപ്പൊ നാടൻ പാട്ടൊക്കെ വരുന്നത് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആണ്. അപ്പൊ പൊലി പ്രസിദ്ധീകരണം ആരുടേതാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ്. നെക്സ്റ്റ്, സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമായത്. 1977 തൃശ്ശൂരിലെ അരണാട്ടുകരയിലാണ് സ്ഥാപിതമായത്. ഇതിന്റെ സ്ഥാപക ഡയറക്ടറിനെ കൂടി ഓർമ്മിച്ചിരിക്കണം, G ശങ്കരപിള്ളയാണ്. അപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമായത് 1977 തൃശ്ശൂരിലെ അരണാട്ടുകരയിലാണ്. സ്ഥാപക ഡയറക്ടർ ആര്? G ശങ്കരപിള്ളയാണ്. നെക്സ്റ്റ്, ഇത്രയാണ് നമ്മുടെ പ്രശസ്ത സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത് റിലേറ്റഡ് ടു കല ആൻഡ് സാഹിത്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, അത് ഏത് രൂപത്തിലുള്ള സജഷൻസിലായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.